which we sung this evening, that is the message of God for the people of God. രണ്ടാമത്തെ സ്റ്റാൻസ ഒന്നുകൂടെ പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I would like to sing the second stanza once again. മനോവേദന പലശോധന മമ ജീവിത പാതയവി മനോവേദന പലശോധന മമ ജീവിത പാതയവി ചാരി ഞാൻ ആശ്വസിക്കും മാറാതിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പാതയിൽ നാം എങ്ങനെ നടക്കാം എന്നുള്ളതാണ് ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം തന്ന വചനം. Today God has given the verse that how we should trust upon the grace of the Lord and walk in His ways. അതിനായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള Shall we read Genesis chapter 5 verse 21 to 24? ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടി നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. Enoch lived 65 years and became the father of Methuselah. Then Enoch walked with God 300 years after he became the father of Methuselah, and he had other sons and daughters. So all the days of Enoch were 365 years. Enoch walked with God, and he was not, for God took him. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരം ആയിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. The days of Enoch were 365 years, and Enoch walked with God, and he was not, for God took him. ഒരു വാക്ക് പ്രാർത്ഥിക്കും. Shall we pray? Heavenly gracious Father, we praise you. Thank you, Lord, for this wonderful word you've given us. Lord, Enoch walk with you. Lord, we also in this world, you called us to walk with you, Lord Jesus. Bless this word and to bless your people all gathered over here, Lord Jesus. We thank you. We thank you. You are in our midst to divide the word for each heart. Thank you for your presence. In Jesus' precious name we pray. ആമേൻ. ഹാനോക്കിന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. The days of Enoch were 365 years. ഇന്നത്തെ കാലയളവ് നോക്കിയാൽ മനുഷ്യന്റെ ആയുസ് 50 മുതൽ 70 വരെ അതാ ഇപ്പോഴത്തെ അങ്ങനെയാണ് പോകുന്നത്. As we look at this world, as of now, the days of man is about 50 to 70. എന്നാൽ ഹാനോക്ക് 365 സംവത്സരം നമ്മൾ ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ വെറും ചെറിയൊരു കാലയളവ്, ഏകദേശം 25-30 വർഷത്തിന്റെ സമയമേ ആ ഹാനോക്ക് ജീവിച്ചിരുന്നുള്ളൂ. But if we look at the time period, we could understand he lived about 25 to 30 years as compared to time of now. ഞാൻ പറഞ്ഞത് ഹാനോക്കിന്റെ പിതാവിന് 962 വർഷം ജീവിച്ചിരുന്നു. The meaning what I said is 962 years Enoch father he lived. ഹാനോക്കിന്റെ മകൻ മെഥൂശലഹ് 969 വർഷം ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തി ഹാനോക്കിന്റെ മകനായിരുന്നു.
Enoch's son, he lived the longest period in this earth, 969. 969 years. ആ പീരീഡ് നോക്കുകയാണെങ്കിൽ ഹാനോക്കിന്റെ ആയുഷ്കാലം 365 എന്ന് പറയുന്നത് അതിന്റെ പകുതി പോലും ഇല്ല. When we look at the son's age, his age or days of his life in this earth is about 1/3. നാം എത്ര നാള് ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് അല്ല, മറിച്ച് ദൈവത്തോട് കൂടെ നാം എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. What our God desires concerning us is not that how long we live in this earth, but how long we live with our God. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ 33.5 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. Our Lord lived in this earth only for 33.5 years. എന്നാൽ കർത്താവിനെ കുറിച്ച് ലോകം എങ്ങും പ്രസംഗിക്കുകയും നാം പഠിക്കുകയും ഇത് പഠിച്ചു തീരാതിരിക്കുന്നത് കർത്താവിന്റെ ജീവിതമാണ്. And concerning the life of Jesus, even now we could not comprehend completely and understand and learn fully. Even now it's preached all around. നമുക്ക് എങ്ങനെ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയും? How can we walk with God? ദൈവത്തോട് നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തോട് നമ്മുടെ മനസ്സ് ഒന്നായിരിക്കണം. If we want to walk with our God, our mind should be one with our Lord. രണ്ടു പേർ ഒന്നിച്ചല്ലാതെ അവർക്ക് എങ്ങനെ നടക്കാൻ കഴിയും എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നു. From the word of God we read, if two are not together, how can they walk together? ഹാനോക്ക് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. Enoch walked with the God for 300 years. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, In Hebrews chapter 11 verse 5 we read, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ ഹാനോക്ക് സാക്ഷ്യം പ്രാപിച്ചു. Before he caught up, Enoch received a testimony that he pleased God. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി ദൈവത്തിന്റെ രക്ഷയെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം എന്നുള്ളതിനാണ്. God has appointed us in this earth and given us the salvation so that we should please our God. ഇതേ ഹാനോക്ക് തന്നെ ഒരു പ്രവാചകനായിരുന്നു എന്ന് യൂദായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. In the epistle of Jude we read that this same Enoch, he was a prophet. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. When we walk with our God reveals his mind to us. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. Jude 1 verse 14. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. And Enoch also, the seventh from Adam, prophesied of these, saying, Behold, the Lord cometh with 10,000 of his saints. ദൈവത്തോടു കൂടെ നടക്കുന്നവർക്ക് ദൈവിക ദർശനങ്ങളെ പ്രാപിക്കാനും മറ്റുള്ളവരോട് ആ ദൈവത്തിന്റെ ആലോചനയെ അറിയിക്കാനുള്ള ദർശനവും ആ പ്രവചനത്തിന്റെ ആത്മാവും ദൈവം നൽകും. When the people of God, they walk with God gave them the spirit of prophecy, the spirit of counsel to speak to the people of God. പാസ്റ്ററോട് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഇപ്പൊ അവധിയുടെ സമയമൊക്കെ ആണല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ഒക്കെയും ചെയ്ത് ആണല്ലോ വന്നിരിക്കുന്നതെന്ന്. Now before our pastor, he asked to the children over here, since there is vacation going on, all of you may be meditating the word of God and coming to the church of God. Please do it that. അങ്ങനെ ചെയ്യുവാനായിട്ട് നാം ശീലിക്കുക. ദൈവവചനത്തെ ധ്യാനിക്കുന്നതിനും ദൈവത്തോട് നടക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മനസ്സ് നമ്മളെ അറിയിക്കും. And we should have a mind to walk with the God and meditate the word of Lord. Lord will allow his mind to be revealed to us. ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? Why we can't walk with our God? ഒന്നുകിൽ നമ്മുടെ കാല് മുടന്തായിരിക്കണം, Either our legs should be lame, അല്ലെങ്കിൽ നാം എന്തെങ്കിലും രോഗത്താൽ അടിമയായിട്ട് ബെഡ് റിഡൻ ആയിരിക്കണം. either we may be bedridden because of sickness. അങ്ങനെ പലരും ദൈവത്തോട് നടക്കാൻ കഴിയാത്തവരായിട്ട് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. From the word of God we read that there are many who are unable to walk with the God because of these situations. 2 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 2 Samuel chapter 9.
5, 6, 13 വാക്യം. അപ്പോൾ Can we read 5, 6 and 13? അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു രാജവരയിൽ അമീയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശെത്ത് ദാവീദിന്റെ അടുക്കൽ വന്നു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശെത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. 13 അങ്ങനെ മെഫീബോശെത്ത് യെരൂശലേമിൽ തന്നെ വസിച്ചു. രാജാവിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാല് രണ്ടും മുടന്തായിരുന്നു. ഇവിടെ മെഫീബോശെത്തിനെ കുറിച്ച് വായിക്കുന്നു. Here we read about Mephibosheth. നിങ്ങൾക്കെല്ലാം ബൈബിൾ ചരിത്രം എല്ലാം അറിയാവുന്നതാണ്. You know all the history of Bible. മെഫീബോശെത്ത് എന്ന് പറയുന്നത് ശൗലിന്റെ കൊച്ചുമകനാണ്. Mephibosheth is the grandson of Saul. മെഫീബോശെത്ത് ജനിച്ചപ്പോൾ മുടന്തനായിരുന്നില്ല. He was not lame when he was born. 2 ശമൂവേൽ 4 അധ്യായത്തിന്റെ 4 വാക്യം. 2 Samuel chapter 4 verse ശൗലിന്റെ 4. മകനായ യോനാഥാന് 2 കാലം മുടന്തായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തു ഓടി. അവൻ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്തായി പോയി. അവന് മെഫീബോശെത്ത് എന്ന് പേർ. ഈ മകൻ മുടന്തനായി തീരാനുള്ള കാരണം ശൗലും യോനാഥാനും പടയിൽ പട്ടുപോയി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവന്റെ ധാത്രി ഓടുകയായിരുന്നു. And because this Mephibosheth, when he was a small child, and when the news of their parents came to the house of Saul, that they fall in the battle, the nursing mother. Nursing mother, she took the child and ran. By this time he fell and became lame. 5 വയസ്സുള്ള കുഞ്ഞ് അതുവരെയും നടന്നുകൊണ്ടിരുന്ന കുഞ്ഞായിരുന്നു. ധാത്രി വേണ്ടവണ്ണം നോക്കിയില്ല. ഉത്തരവാദിത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് കുഞ്ഞ് താഴെ വീണു 2 കാലും മുടന്തായി തീർന്നു. We can understand because the nurse didn't take care of this child, and because of that the child fall and becomes lame. മാതാപിതാക്കളായ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആത്മീയ പോഷണം കൊടുത്ത് നാം വളർത്തുന്നില്ല എങ്കിൽ അവർ ഇതുപോലെ 2 കാലും മുടന്തരായി മാറും. And to the parents, what I want to urge, if we are not giving the nutrition of the word of God to our children and not bringing them up, they may fall and become lame. പഥ്യോപദേശത്തിൽ അവരെ വളർത്തുവാനുള്ള കടമ നമുക്കുണ്ട്. ഏത് വിധത്തിലും ആ കടമ നാം നിർവഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുറ്റം കൊണ്ട് അവർ ആത്മീയ മുടന്തന്മാരായി മാറും. To lead them in the true doctrine, we have a responsibility given to us, and by somehow if we are not doing so, these children may fall and become lame. രാജകുമാരനായിരുന്നതുകൊണ്ട് കാര്യമില്ല, ഇപ്പോൾ മറ്റുള്ളവരുടെ പരിചരണയിലാണ് താൻ ജീവിക്കുന്നത്. It is not matter, he is a prince, but he is in the care of others. നാം വായിച്ചത് അമ്മീനാദാവിന്റെ വീട്ടില് ലോദേബാരിൽ ഒരു മറ്റു പരസഹായത്തിന് വിധിക്കപ്പെട്ടവനായി ഈ മെഫീബോശെത്ത് ജീവിക്കേണ്ടി വന്നു. Now this Mephibosheth, he is living in another house with the care of other people. ഈ ലോദേബാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മരുഭൂമി എന്നോ ലോൺലിനെസ്, അത് ഏകാന്ത സ്ഥലമെന്നോ ആരുമില്ലാത്ത ഉണങ്ങിയ വരണ്ട ഇടം എന്നാണ് ലോദേബാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. The Lodebar is called wilderness or a dry land or desert, a desolate place. മുടന്തനായ വ്യക്തി ആത്മീയമായി ആര് മുടന്തന്മാരായി തീരുന്നോ, ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയാതെ വരുന്നോ, അവർ ചെന്നുപെടുന്നത് ലോദേബാരിലാണ്, വരണ്ട ഇടത്താണ്. അവിടെ ഒരു ആത്മീയമായ യാതൊരു വളർച്ചയും ഒരു പ്രതീക്ഷയും അവിടെ ഉണ്ടായിരിക്കുകയില്ല. And those who become spiritually lame, they will land into place where is wilderness and no spiritual growth will be seen there. പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. നാം എപ്പോഴും ദൈവത്തോടു കൂടെ നടക്കാൻ ഉത്സുകരായി തീരണം. Beloved ones, none of should have come to that state. We should always desire to walk with our God. എന്നാൽ നമ്മുടെ കരുണാമയനായ കർത്താവ് നമ്മെ തേടി വന്ന്
നമ്മെ രക്ഷിച്ച് അവന്റെ സത്യത്തിലേക്ക് നടത്തി നമ്മുടെ മുടന്തു മാറ്റി ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചതോർത്ത് ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. This night I thank God because of the love our Lord Jesus gave us, and He came down and He gave His life and redeemed us by His grace and give us the fellowship. അത് നമ്മുടെ നീതി പ്രവൃത്തികളോ നമ്മുടെ ഏതെങ്കിലും നന്മ പ്രവൃത്തികളോ കൊണ്ടൊന്നുമല്ല, ദൈവത്തിന് നമ്മളോടുള്ള കരുണ ഒന്ന് മാത്രമാകും. It is nothing of our good deeds or righteousness of ours, but it is the mercy of our Lord. അതാകുന്നു ദാവീദിൽ കൂടെ ഈ വിഷയത്തിന് ലഭിച്ചത്. ദാവീദ് പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. And that grace is what this Mephibosheth he received through David. That David is saying, I will bring you to my palace. ദാവീദ് പറയുന്നത്, David says, യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗൃഹത്തിൽ ആരുണ്ട് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വ്യക്തി 2 കാലം മുടന്തനായിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. Now David understood that this man having 2 legs lame because he want to show mercy in the name of Jonathan. രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വ്യക്തി പറയുന്നത്, ചത്തനായ എന്നെ ഓർക്കുവാൻ എന്ത്? ദൈവത്തിന്റെ കരുണ നമ്മളോട്, നാമും ആ അവസ്ഥയിൽ തന്നെയാണ്. നമ്മെ മാനിക്കുവാനോ നമ്മെ സ്നേഹിക്കുവാനോ നമ്മുടെ ജീവിതത്തിൽ യാതൊരു നന്മ പ്രവൃത്തിയുമേ ഇല്ല. എന്നാൽ ദൈവത്തിന്റെ കരുണ ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ സ്നേഹം, അത് നിമിത്തം നമുക്ക് കർത്താവിനോടുകൂടെ നടക്കുവാനുള്ള അവസരം കർത്താവ് തന്നിരിക്കുകയാണ്. This Mephibosheth is saying, dead dog, what am I, when he is bringing to the palace. In the same manner, we are not worthy of any of his blessings, but our Lord has showed mercy and he loved us and brought us to his fellowship. എന്നാൽ മറ്റൊരു മുടന്തനെ കുറിച്ച് നാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. But we are reading of another lame man in Apostle chapter 3. Verse 1 onwards. ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാസമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുവന്നും കൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരുടെ വിഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനംപ്രതി ഇരുത്തുവാറുണ്ട്. അവൻ പത്രോസ് യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടി അവൻ ഒറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു, നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി മുറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. 7-ാം വാക്യം മാത്രം ഇംഗ്ലീഷിൽ വെച്ചു. And seizing him by the right hand, he raised him up, and immediately his feet and his ankles were strengthened. ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുത്തിയിരുന്ന ഈ വ്യക്തി അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്തനായിരുന്നു. This man who was kept in the temple of Beautiful, he was lame from mother's womb. മറ്റ് അനേകരാണ് ആ ദേവാലയത്തിന്റെ ഗോപുരത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ട് ഇരുത്തിയിരുന്നത്. Many used to help him and bring him to the gate of this temple. ഇതാണ് മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. That is what is called the mission field. ഈ ഐലൻഡിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. For that is what God has brought you into this island. അനേകരെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. We have a responsibility to bring many to the church of God. അവിടേക്ക് ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ അയച്ചിട്ടുണ്ട്. അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ മുടന്ത് മാറി അവർ തുള്ളിയും ചാടിയും കൊണ്ട് ദേവാലയത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കും. And when to those places the apostle have been sent, and when such people comes with joy, they will dance and rejoice and come. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഈ വ്യക്തി ഭിക്ഷ യാചിക്കുകയാണ്. When Peter and John came to the temple, this man he was begging. നാമും എത്രയോ പേരെ നമ്മുടെ ചുറ്റും കണ്ടിട്ടുണ്ട്. ഒരു ഹോപ്പും ഇല്ലാതെ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ എത്രയോ ആൾക്കാരുണ്ട്. അവരോട് നാം ഒരു ട്രാക്റ്റോ ഒരു ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു ദൈവിക സ്പർശനം ഉണ്ടാകും. There are many people around us who are having no hope. When we tell them that God loves you, that itself bring a change to them. ദൈവത്തിന്റെ ആലയത്തിൽ കർത്തൃദാസന്മാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. അവർ കൊടുക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചന വിടുതൽ ഉണ്ടാക്കുന്നതാണ്. And in the church of God, God has given priests, God has given the pastors to minister, and when they give the counsel of God to the people, they will receive rest.
തീർച്ചയായിട്ടും അവരുടെ മുടന്ത് മാറിയിട്ട് അവർ നടന്നും തുള്ളിയും ആത്മാവിൽ തുള്ളി ആരാധിക്കും. നമ്മളെക്കാൾ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. And God will surely use such, and they will come and rejoice. Their lame will go, they will walk and jump and rejoice in the Lord more than us. നമുക്കും ദൈവത്തോടുകൂടെ നടക്കേണ്ടതിന് എപ്രകാരം നമ്മെ തന്നെ ദൈവവചനത്തിൽ നാം എത്ര കൂടുതൽ നാം ധ്യാനിക്കുന്നു, ദൈവവചനത്തെ നമ്മുടെ ഉള്ളിലേക്ക് അതിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ കഴിയുന്നു, അത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. How much more we should meditate the word of God, not with our own strength, but by the Spirit of the Lord to go into the depth of the word of Lord. നാം പാടിയത് ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവന്റെ വഴികളിൽ ഞാൻ നടക്കും. That's what we sung, I will trust upon the grace of God and walk in his ways. എങ്ങനെ നമുക്ക് ദൈവ കൃപ അധികമായി പ്രാപിപ്പാൻ കഴിയും? How can we receive more grace? ദിനംതോറും നാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ മുടന്ത് മാറുന്നവരായി തീരുവാനായിട്ട്. In our life, if we spend more time responsibility in prayer, our spiritual lame also will go away. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്നതിൽ കൂടെ ദൈവത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് നിമിത്തം നാം ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കണം ദൈവം നമ്മെ. And second, when we meditate the word of God, the truth of the Lord in depth will come to our heart, and that will lead us to escape from the lame of ours. മൂന്നാമത്തേത്, ദൈവത്തിന്റെ ആലയത്തിലെ കൂട്ടായ്മ. ദൈവജനം കൂടി വരുന്നിടത്ത് ഒരു വലിയ ദൈവീയ ശക്തിയുണ്ട്, ദൈവ സാന്നിധ്യം അവിടെയുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിൽ നാം ആരാധനയ്ക്ക് നാം ഉത്സാഹമുള്ളവരായി തീരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ മുടന്ത് മാറിയിട്ട് നമുക്ക് ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട്. And third is the fellowship. When we gather and worship the Lord, there is a big strength, there is a big grace there, and receiving that we can have a lame, without lame we can rejoice in the Lord. ഇതിന്റെ മധ്യത്തിൽ ചിലപ്പോൾ ആയുസിന്റെ ദൈർഘ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ആയുസ് ലഭിച്ചില്ല എന്ന് വരാം. എന്നിരുന്നാൽ പോലും ഹാനോക്കിന്റെ ജീവിതം, ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. എങ്കിലും അന്നത്തെ കാലയളവ് അനുസരിച്ച് വളരെ ചുരുങ്ങിയ അവസരം. And in that situation, it may not be longer years, it may be long years. However, it doesn't matter. It's about walking with the Lord. Enoch, in his period, he walked with the Lord. And if we compare the ages of those who lived on those time period, it's not that long, but it was short. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം. മുടന്തൻ ന്യായങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് ഒഴികഴിവ് പറയാൻ കഴിയും. And in our life also, many times we can give lame excuses. എന്നാൽ നാം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്ന ഒരു അവസരത്തെക്കുറിച്ച് വായിക്കും. But when we read Acts of the Apostles, chapter 16, when Paul and Silas were in prison, I think verse 24. kindly read verse 24. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവനെ അകത്തെ തടവിലാക്കി അവന്റെ കാലാമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദൈവവചനം അവർ പ്രസംഗിച്ചതിന് വിരോധമായി അവരെ കാരാഗൃഹത്തിലാക്കി എന്ന് മാത്രമല്ല, അവരുടെ കാല് ആമത്തിലിട്ട് പൂട്ടി. വലിയ വുഡിന്റെ സ്റ്റോക്ക് വെച്ച് ബ്ലോക്ക് ചെയ്ത് അവർക്ക് അനങ്ങാനൊക്കാത്ത വിധത്തിലുള്ള ഒരു തടവായിരുന്നു അത്. Here we read Paul and Silas, because they preached the gospel of God, they have been put to prison. Not just putting them into prison, but they made their feet fast in the stocks. അവർക്ക് നടക്കാൻ കഴിയുന്നില്ല, നടക്കാൻ ഒക്കുന്നില്ല. അവരുടെ കാല് ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. Now they are unable to walk, their legs have been stumbled. അതൊരു തടസ്സമായിട്ട് അവർ കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പനിയോ ഒരു എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആരാധനയ്ക്ക് പോകാതിരിക്കാനും ആ ന്യായങ്ങളാണ് നാം നോക്കുന്നത്. But in their life it's not become a excuse for them. But in our life, even if we fall with a small sickness, we find it as an excuse not to go to the worship. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തടസ്സമായി വരുമ്പോൾ നാം അതിൽ കൂടി ദൈവപ്രവൃത്തി എങ്ങനെ വെളിപ്പെടുത്താമെന്ന് നാം അന്വേഷിക്കുന്നുവെങ്കിൽ ഈ
പൗലോസും ശീലാസും ചെയ്ത ആ സമയത്ത് എത്രയോ പേർ അവിടെ വിടുവിക്കപ്പെടുവാൻ ഇടയായി എന്ന് നാം വായിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ. In such situation comes if we yield ourselves to understand the will of God and do such accordingly, then we can see, as we read, when Paul and Silas, when they prayed, many people received God. We can see such miracle in our life. കാരാഗൃഹ പ്രമാണിയും കുടുംബവും ആ രാത്രിയിൽ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. The chief of the keeper of prison and his family got saved that night. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളോ പ്രയാസങ്ങളോ വരുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അതിൽ നിന്ന് നാം ജയമെടുക്കുമ്പോൾ, ആ സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിടുതലുണ്ടാകുവാൻ ദൈവം ഇടയാക്കും. Beloved ones, in our life when problems and difficulties comes, and when we overcome such, and such of testimony will bring many to God. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാനായിട്ട് കഴിയും. If it is so, we can walk with our God. മറ്റ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, 4 പേർ കൂടി ഒരു പക്ഷവാത രോഗിയെ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നതായിട്ട്. We are reading in the Gospel of Luke, 4 people together, they brought a person sick of palsy. ഞാൻ മുമ്പ് പറഞ്ഞ രോഗിയായിട്ടോ മറ്റ് പല സഹായം ഇല്ലാതെ ഇരിക്കുന്നുവെങ്കിൽ അവർക്ക് നടക്കുവാൻ കഴിയില്ല. And earlier I told that if they are sick and if they are having unable to walk without the help of others. ഇവിടെ 4 പേർ കിടക്കയോടുകൂടി ഒരു വ്യക്തിയെ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. And 4 people, they brought one person with the bed to Jesus. അവിടെ അനേക പുരുഷാരങ്ങൾ കൂടിയിരുന്നുകൊണ്ട് അവർക്ക് യേശുവിന്റെ മുമ്പിലേക്ക് ചെല്ലുവാൻ കഴിയുന്നില്ല. Multitudes were gathered together, that's why they were unable to come nigh to Jesus. പ്രിയമുള്ളവരെ, ലോകം മൾട്ടിറ്റ്യൂഡ് മറ്റു മനുഷ്യർ ചിലപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് തടസ്സമായി തോന്നിയേക്കാം. We may feel the multitudes around us may be a hindrance to go to Jesus. നമ്മുടെ സ്വന്തക്കാര്, നമ്മുടെ ചാർച്ചക്കാര്, നമ്മുടെ ബന്ധുക്കോസിലായ ദൈവത്തെ വിളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അവർ കളിയാക്കുകയോ മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിരാശയോ മുടന്ത ന്യായങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. Maybe because we came to this Pentecostal belief, or because of other people's ridicule or whatsoever, it may become an excuse in our life. We may be sorrowful, it can be a lame in our life. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂണിറ്റി, സഹോദരങ്ങൾ ഐക്യമായിരിക്കുന്നുവെങ്കിൽ നമുക്കൊരു ദൈവപ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിയും. But in our life, if we unite as brethren, we can do the work of the Lord in our life. ഒരു രോഗിയെ കട്ടിലോട് കൂടി എടുത്തുകൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ദൈവ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. Bringing one sick person by 4 persons together, that's possible only a committed people with the love of moved with love of God. ദൈവത്തോടു കൂടി നടക്കുന്നവർക്ക് അത് ചെയ്യുവാനായിട്ട് കഴിയും. Only those who walk with God can do such things. അവർ ചെയ്തത് കർത്താവായിരുന്ന ആ ഭവനത്തിന്റെ ഓട് ഇളക്കിയിട്ട് കിടക്കയോടുകൂടെ യേശുവിന്റെ മുമ്പിലേക്ക് പക്ഷവാത രോഗിയെ ഇറക്കുകയായിരുന്നു. And where Jesus were, they removed the roof of that house and brought forth this sick man to Jesus. ഇതൊക്കെ നാം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. Why it is written in the word of God that we should observe these things. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെ ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയും. If it is so, we can also walk with our God. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് സാക്ഷ്യം പറയും, നല്ല ദാസനെ, വിശ്വസ്തനായിട്ടുള്ളവനെ യജമാനന് ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന്. If it is so, our Jesus will give us a testimony, good and faithful servant, enter into the rest with the master prepared for you. ദാവീദിനെ പോലെ യോനാഥാന്റെ മകനോട് കരുണ കാണിച്ചതുപോലെ ദൈവമായ കർത്താവ് നമ്മളോട് കരുണ കാണിച്ച് നമ്മുടെ മുടന്തും ഉളുക്കും മാറ്റി നമ്മെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Like David who showed mercy because of Jonathan to his son, in the same manner our Lord has shown us mercy because of that. Let us praise our God. നമ്മുടെ ആത്മീയമായ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന്, ആ ഏകാന്തതയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ തന്ന് നമ്മെ ദൈവത്തോടുകൂടെ നടക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. From the wilderness, from the desolate state, our Lord has saved us and given us the word of God and led us along with and walk along with us. Because of that, let us praise God. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബം ദൈവസന്നിധിയിൽ കർത്താവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് നമുക്ക് അഭ്യസിക്കാം. Let us practice our family and our children
children to walk with our God. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ അഭിഷേകം ചെയ്ത് നമ്മെ ശക്തീകരിക്കും. നാം മുഖാന്തരം അനേകർ കർത്താവിന്റെ രക്ഷയെ അറിയുവാൻ തക്കവണ്ണം ഇടയാക്കും. Surely the Holy Ghost will anoint us, and many will see the light of gospel through us. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുവാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. The time is very nigh. With the trumpets, with the voice of the archangel, our Lord is going to appear very soon. നാം നനച്ചതിലും ചിന്തിച്ചതിലും അത്യന്തം പരമായി നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. Our God has given various things in our life, more than what we thought and imagined. നാം ദൈവത്തോടുകൂടെ നടക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ കുഴപ്പമാണോ അതോ നമ്മുടെ മനസ്സ് ഇല്ലാത്തത് കൊണ്ടാണോ? What is the reason that we are unable to walk with our God? Is it because of the problem of God, or is it because we do not have a mind to do so? കരുണാമയനായ ദൈവം നമ്മളെ സ്നേഹിച്ച് അവന്റെ പാതയിൽ നടക്കുവാൻ നമ്മുടെ പാതയെ നേരെയാക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം നമ്മുടെ പാതയ്ക്ക് ദീപവും പ്രകാശവുമായി ദൈവത്തിന്റെ വചനം തന്നിരിക്കുകയാണ്. And gracious God, in order to ordain our path, He has given us the word of God. It become a lamp and a light to our path. നമ്മുടെ ആത്മീയ മുടന്ത് മാറിപ്പോകാനായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായി നാം ചെയ്യേണ്ടതായിട്ട്. To remove our spiritual lame, we should observe the three things. പ്രാർത്ഥനാ ജീവിതവും ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്നതിനും കൂട്ടായ്മ ആചരിക്കുന്നതിനും നാം എപ്പോഴും ഉത്സുകരായി തീരണം. We should always be fluent in doing prayers and to meditate the word of God and observe the fellowship of God. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോടു കൂടെ നടപ്പാൻ കഴിയും, മറ്റുള്ളവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആനയിപ്പാനും കഴിയും. If it is so, we can walk with our God and bring and invite many to God. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക്. Let our Lord help us to observe these things, and I conclude my preaching.